अस्सलामु अलैकुम रहमतुल्लाह। अशहदु अल्ला इलाहा इल्लल्लाह वहदहु ला शरीका लहु व अशहदु अन्ना मुहम्मदन अब्दुहु व रसूलुहु अम्मा बादु फ़अऊज़ु बिल्लाहि मिनश शैतानिर रजीम बिस्मिल्लाहिर रहमानिर रहीम अल्हम्दुलिल्लाहि रब्बिल आलमीन अर्रहमानिर रहीम मालिकि यौमिद्दीन इय्याका नअबुदु व इय्याका नस्तईन इहदिनस सिरातल मुस्तक़ीम सिरातल लज़ीना अनअमत अलैहिम गैरिल मग़्दूबि अलैहिम वलद्दाल्लीन। അല്ലാഹു തന്റെ വാഗ്ദാനമനുസരിച്ച് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധനായ പ്രേമിയെ അയച്ചുകൊണ്ട് ഇസ്ലാമിന്റെ പുനരുജ്ജീവനത്തിന് തുടക്കം കുറിച്ചു. 1400 വർഷങ്ങൾക്ക് ശേഷം നവനവങ്ങളായ വഹിയും ഇൽഹാമും ഇറങ്ങിയ കാലഘട്ടം പ്രാപിച്ചവർ വലിയ സൗഭാഗ്യവാൻമാർ ആയിരുന്നു. അവർ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ബൈഅത്തിൽ പ്രവേശിച്ച് അദ്ദേഹത്തിൽ നിന്ന് നേരിട്ട് അനുഗ്രഹം കരസ്ഥമാക്കി. മനുഷ്യൻ ഭാവനയുടെ കണ്ണുകൾ കൊണ്ട് ആ സഹാബാക്കൾ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ തങ്ങൾക്കു ചുറ്റും കണ്ടുകൊണ്ട് തങ്ങളുടെ ഭാഗ്യത്തിൽ അള്ളാഹുവിനെ സ്തുതിക്കുന്നതും അവന് നന്ദി രേഖപ്പെടുത്തുന്നതും കാണുമ്പോൾ ഹൃദയത്തിന്റേത് വിസ്മയകരമായ അവസ്ഥയായി മാറുന്നു. അള്ളാഹു അവന്റെ വാഗ്ദാനത്തിൽ എത്രമാത്രം സത്യവാനാണ്. അവൻ ഞാൻ ആഖിരീങ്ങളിലും അവ്വലീങ്ങളുമായി കൂടിച്ചേരുന്നവരെ ജനിപ്പിക്കും എന്ന് പറഞ്ഞപ്പോൾ വഹിയുടെയും ഇൽഹാമിന്റെയും നവനവങ്ങളായ അടയാളങ്ങൾ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധനായ ദാസനിലൂടെ കാണിച്ചുകൊണ്ട് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ബൈഅത്തിൽ പ്രവേശിച്ചവരുടെ ഈമാനെ സുദൃഢമാക്കി തീർക്കുകയും ചെയ്തു. അവർ ഓരോ ദിവസവും പ്രഭാതം ഈ അന്വേഷണത്തിലാണ് കഴിച്ചുകൂട്ടിയത്. ഇന്ന് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന് എന്താണ് പുതിയ ഇൽഹാമുണ്ടായത്? സഹാബാക്കളുടെ ഈ അവസ്ഥയെ വിവരിച്ചുകൊണ്ട് ഹസ്രത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വഹിയെക്കുറിച്ചുള്ള അവസ്ഥ ഇതായിരുന്നു. അഹ്മദികൾ സൂര്യൻ ഉദിച്ച ഉടനെ ആശിക്കീങ്ങളെപ്പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങും. ഹുസൂറിന് രാത്രി എന്ത് വഹിയാണുണ്ടായത് എന്നറിയുന്നതിനു വേണ്ടി. ഹസ്രത്ത് മുസ്ലിം മൗഊദ് പറയുകയാണ്, ഈ വഴിയിലൂടെ ഞാൻ വീട്ടിൽ നിന്ന് പുറത്തു വന്നാൽ എന്നോട് ചോദിക്കാൻ തുടങ്ങും. അല്ലെങ്കിൽ മറ്റേതെങ്കിലും കുട്ടി പുറത്തു വന്നാൽ അവനോട് ചോദിക്കും, ഇന്നത്തെ പുതിയ വഹിയെ എന്താണ്? അങ്ങേക്ക് എന്താണ് ഇൽഹാം ഉണ്ടായത്? ഞങ്ങളുടെ അവസ്ഥയും ഇതായിരുന്നു. ഹസ്രത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, എന്റെ അവസ്ഥ ഇതായിരുന്നു. ഇതിലൂടെ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം നമസ്കാരത്തിന് വേണ്ടി പോയാൽ
ഞങ്ങൾ ഓടിച്ചെന്ന് നോട്ട് പുസ്തകം നോക്കും എന്താണ് പുതിയ വഹി എന്ന്. അല്ലെങ്കിൽ സ്വയം മസ്ജിദിൽ പോയി അങ്ങയുടെ അനുഗ്രഹീത മുഖത്തിൽ നിന്ന് കേൾക്കും. ഈ ആവേശവും താൽപര്യവും തങ്ങളുടെ ഈമാനെ കൂടുതൽ തിളക്കമുള്ളതും സുദൃഢമാക്കുന്നതിനും വേണ്ടിയായിരുന്നു. അതിന്റെ അനുഗ്രഹങ്ങൾ കരസ്ഥമാക്കുന്നതിനു വേണ്ടിയായിരുന്നു. അള്ളാഹുവിനെ സ്തുതിക്കുകയും നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യുന്നതിനു വേണ്ടിയായിരുന്നു. അവൻ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിൽ വിശ്വസിക്കാനുള്ള തൗഫീക്ക് നൽകി. അതുപോലെ ചിലപ്പോൾ ഇപ്രകാരവും സംഭവിക്കും. ഏതെങ്കിലും സഹാബിയുടെ സാന്നിധ്യത്തിൽ ഇൽഹാമുണ്ടാകും. ആ സൗഭാഗ്യവാനും അള്ളാഹുവിന്റെ വഹി കേൾക്കും. ചില നേരത്ത് അത്തരം അവസ്ഥകളും ഉണ്ടാകും. കൂടെയിരിക്കുന്ന ആളും വഹി കേൾക്കും. അത്തരം ഒരു മഹാത്മാവിനെ കുറിച്ച്, അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ ഇൽഹാം ഉണ്ടായതിനെ കുറിച്ച് ഹസ്രത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു. ഡോക്ടർ സയ്യദ് ഇനായത്തുള്ള ഷാ സാഹിബ് വളരെ പുരാതനമായ ഒരു അഹ്മദി കുടുംബത്തിൽപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ പിതാവ് സയ്യദ് ഫസൽ ഷാ സാഹിബ് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വളരെ ബഹുവന്യനായ ഒരു സഹാബിയായിരുന്നു. പൊതുവിൽ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ സേവിക്കുമായിരുന്നു. എല്ലായ്പ്പോഴും കാദിയാനിൽ വരികയും പോവുകയും ചെയ്യാറുണ്ടായിരുന്നു. സയ്യദ് നാസിർ ഷാ സാഹിബ് ഓവർസിയർ, പിന്നീട് അദ്ദേഹം SDO ആയി എന്നാണ് തോന്നുന്നത്. അദ്ദേഹത്തിന്റെ സഹോദരനായിരുന്നു ഇദ്ദേഹം, അതായത് സയ്യദ് ഫസൽ ഷാ സാഹിബ്. ഇദ്ദേഹത്തിലും വളരെ വലിയ ഇഖ്ലാസ് ഉണ്ടായിരുന്നു. ഇദ്ദേഹവും ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന് വളരെ പ്രിയപ്പെട്ടവനായിരുന്നു. അദ്ദേഹവും തന്റെ ആത്മാർത്ഥത കാരണം തന്റെ സഹോദരൻ സയ്യദ് ഫസൽ ഷാ സാഹിബിനോട് പറയുമായിരുന്നു, നീ ജോലിയൊന്നും ചെയ്യേണ്ട, കാദിയാനിൽ പോയി ഇരുന്നാൽ മതി. ഹസ്രത്ത് സാഹിബുമായി മുലാഖാത്ത് ചെയ്തുകൊണ്ടിരിക്കുക, എനിക്ക് കുറച്ച് ഡയറി എഴുതി അറിയിക്കുക, ദുആക്ക് വേണ്ടി അപേക്ഷിച്ചുകൊണ്ടിരിക്കുക, നിന്റെ മുഴുവൻ ചെലവുകളും ഞാൻ അയച്ചു തരുന്നതായിരിക്കും. അങ്ങനെ അദ്ദേഹം തന്റെ സഹോദരനെ സഹായിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹം കാദിയാനിൽ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പക്കൽ താമസിക്കുകയാണ് എന്ന ഒരൊറ്റ കാരണം കൊണ്ട് മാത്രം. ഹസ്രത്ത് മുസ്ലിം മൗഊദ് പറയുകയാണ്, എനിക്ക് ഓർമ്മയുണ്ട്, ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഒരു വഹി, അതിന്റെ തുടക്കത്തിൽ അർ-റഹ എന്നാണുള്ളത്. അത് പ്രത്യേകിച്ച് ഒരു റുക്കൂഇന് തുല്യമാണ്. അത് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന് വൃക്കകൾക്ക് വേദനയുണ്ടായിരുന്ന അവസ്ഥയിലാണ് ഇറങ്ങിയത്. ആ സമയത്ത് അദ്ദേഹം സയ്യദ് ഫസൽ ഷാ സാഹിബ് അങ്ങേ തടവിക്കൊണ്ടിരിക്കുകയായിരുന്നു. അഥവാ അദ്ദേഹത്തിന് ഈ പ്രത്യേക ശ്രേഷ്ഠതയുണ്ടായിരുന്നു. അദ്ദേഹം ഉണ്ടായിരിക്കെ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ തടവിക്കൊണ്ടിരിക്കെ മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന് വഹി ഇറങ്ങി. വഹിയും ഈ വിധത്തിലാണ് ഉണ്ടായത്. ചില സമയത്ത് വാചകങ്ങൾ ഉയർന്ന ശബ്ദത്തിൽ അങ്ങയുടെ വായിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരുന്നു. ഹസ്രത്ത് മുസ്ലിം മൗഊദ് പറയുന്നു, എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങൾ ചെറിയ കുട്ടികളായിരുന്നു. ഞങ്ങൾ ശ്രദ്ധയില്ലാതെ ഹസ്രത്ത് സാഹിബ് കിടന്നിരുന്ന ആ മുറിയിൽ കടന്നു ചെന്നു. അങ്ങ് പുതച്ചിരുന്നു. സയ്യദ് ഫസൽ ഷാ സാഹിബ് മർഹൂം അങ്ങയെ തടവിക്കൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് വഹി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന അറിവുണ്ടായിരുന്നു. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം എഴുതിയിട്ടുണ്ട്, അദ്ദേഹത്തെ കൊണ്ട് എഴുതിപ്പിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹം, അതായത് ഫസൽ ഷാ സാഹിബ്, ആംഗ്യത്തിലൂടെ എന്നോട് പറഞ്ഞു, ഇവിടെ നിന്ന് പോവുക. ഞങ്ങൾ പുറത്തു വന്നു. പിന്നീട് അറിയാൻ സാധിച്ചു വളരെ ദീർഘമായ ഒരു വഹിയാണ് ഇറങ്ങിയത് എന്ന്. മുസ്ലിം മൗഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്ന ഈ ഇൽഹാം, അത് മിർസ ഇമാമുദ്ദീനും മറ്റുള്ളവരും മതിൽ കെട്ടി വഴി തടസ്സപ്പെടുത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട കേസുമായി ബന്ധമുള്ളതാണ്. കോടതിയിൽ സമർപ്പിക്കപ്പെട്ട പേപ്പറുകൾ അനുസരിച്ച് വിധി എതിരാളികൾക്ക് അനുകൂലമായിട്ട് ആയിത്തീരും എന്നാണ് കരുതിയിരുന്നത്. എന്നല്ല, അവർ പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു, കേസ് പെട്ടെന്ന് തന്നെ തള്ളിപ്പോകുന്നതായിരിക്കും. എന്നാൽ അള്ളാഹു ഏത് വിധത്തിലാണോ അങ്ങേക്ക് അറിയിപ്പ് നൽകിയത് അതേ പ്രകാരം തന്നെ സംഭവിച്ചു. അവസാന സമയത്ത് പേപ്പറുകളിൽ നിന്ന് അത്തരത്തിലുള്ള ഒരു തെളിവ് ലഭിച്ചു. അത് മുഖേന ആ ഭൂമിയിൽ മിർസ ഇമാമുദ്ദീനോടൊപ്പം ഹസ്രത്ത് മിർസ ഗുലാം മുർത്തദ സാഹിബ്, അതായത് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പിതാവും തുല്യ പങ്കാളിയാണ്.
അങ്ങനെ കോടതി ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന് അനുകൂലമായി കോടതി വിധി പുറപ്പെടുവിച്ചു. അങ്ങനെ മതിൽ പൊളിച്ചു കളയാൻ കൽപ്പന നൽകി. ഈ വഹി ഒരു വലിയ പ്രൗഢി ഉൾക്കൊള്ളുന്നതാണ്. അതുകൊണ്ട് ഞാൻ അതിന്റെ തർജ്ജമ കേൾപ്പിക്കാം. തദ്കിറയിലും ഹഖീഖത്തുൽ വഹിയിലും അതിനെക്കുറിച്ചുള്ള പരാമർശം ഉണ്ട്. അതിനെക്കുറിച്ച് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം സ്വയം പറയുന്നു, എനിക്ക് ഓർമ്മയുണ്ട്, ആ സമയത്ത് സയ്യദ് ഫസൽ ഷാ സാഹിബ് ലാഹോരി ബാരാമുല്ല കശ്മീരിൽ ഓവർസിയറായി നിയോഗിക്കപ്പെട്ട സയ്യദ് നാസിർ ഷാ സാഹിബിന്റെ സഹോദരൻ എന്റെ കാല് തടവിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഉച്ച സമയമായിരുന്നു. ഭിത്തിക്കേസുമായി ബന്ധപ്പെട്ട ഇൽഹാമിന്റെ പരമ്പര ആരംഭിച്ചു. ഞാൻ സയ്യദ് സാഹിബിനോട് പറഞ്ഞു, ഇത് ഭിത്തിക്കേസുമായി ബന്ധപ്പെട്ട ഇൽഹാമാണ്. ഈ ഇൽഹാം ഇറങ്ങുന്നതനുസരിച്ച് താങ്കൾ എഴുതിക്കൊണ്ടിരിക്കുക. അങ്ങനെ അദ്ദേഹം പേനയും മഷിക്കുപ്പിയും പേപ്പറും എടുത്തു. ഓരോ പ്രാവശ്യവും അർദ്ധ നിദ്രാവസ്ഥ ഉണ്ടാവുകയും ദൈവിക വെളിപാടിന്റെ ഓരോ വാചകങ്ങളും അള്ളാഹുവിന്റെ സുന്നത്തനുസരിച്ച് നാവിൽ ഇറങ്ങുകയും ഒരു വാചകം അവസാനിക്കുകയും അത് എഴുതിത്തീരുകയും ചെയ്താൽ വീണ്ടും അർദ്ധ നിദ്രാവസ്ഥ ഉണ്ടാവുകയും ദൈവിക വെളിപാടിന്റെ രണ്ടാമത്തെ വാചകം നാവിൽ നിന്ന് പുറത്തു വരികയും ചെയ്യുമായിരുന്നു. ഏതുവരെ എന്നാൽ മുഴുവൻ ദൈവിക വെളിപാടും അവതരിച്ച് സയ്യദ് ഫസൽ ഷാ സാഹിബ് ലാഹോറിയുടെ പേന കൊണ്ട് എഴുതി അതിനെക്കുറിച്ച് മനസ്സിലാക്കി തരികയുണ്ടായി. ഇത് ഇമാമുദ്ദീൻ നിർമ്മിച്ച മതിലുമായി ബന്ധപ്പെട്ടതാണ്. അതിനെക്കുറിച്ചുള്ള കേസ് കോടതിയിലാണുള്ളത്. ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി തന്നു. അവസാനം ഈ കേസിൽ വിജയം ലഭിക്കും. അങ്ങനെ ഞാൻ എന്റെ ഒരു വലിയ വിഭാഗം ജമാഅത്തിന് ഈ ദൈവിക വെളിപാട് കേൾപ്പിച്ചു. ഇതിന്റെ അർത്ഥത്തെക്കുറിച്ചും ഇറങ്ങിയ സാഹചര്യത്തെക്കുറിച്ചും അറിവ് നൽകി. അൽ-ഹക്കം പത്രത്തിൽ പ്രസിദ്ധീകരിച്ചു. എല്ലാവരോടും പറഞ്ഞു, കേസ് ഭയാനകവും പ്രതീക്ഷയില്ലാത്തതാണെങ്കിലും അവസാനം അല്ലാഹു ചില സാമഗ്രികൾ കൊണ്ടുവരും. അതിലൂടെ നമുക്ക് വിജയം ഉണ്ടാകും. കാരണം ദൈവിക വെളിപാടിന്റെ സംക്ഷിപ്തം ഇതായിരുന്നു. ഈ വഹി അറബിയിലാണ് ഇറങ്ങിയത്. സുദീർഘമാണ്. ഞാൻ അതിന്റെ തർജ്ജമ കേൾപ്പിക്കാം. തർജ്ജമ ഇപ്രകാരമാണ്: ചക്ക് ആട്ടപ്പെടും, ദൈവിക വിധിയും തീരുമാനവും ഇറങ്ങും. അതായത് കേസിന്റെ രൂപം മാറും. ഏതുപോലെ ചക്ക് കറങ്ങുമ്പോൾ ചക്കിന്റെ മുന്നിലുള്ള ഭാഗം കറങ്ങുന്ന കാരണത്താൽ മറയുകയും മറയിലുണ്ടായിരുന്ന ഭാഗം മുന്നിൽ വരികയും ചെയ്യും. അതുപോലെ ഇത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. ഇതിനെക്കുറിച്ച് വാഗ്ദാനം നൽകപ്പെട്ടിരിക്കുന്നു. ഈ തർജ്ജമയും ഹദ്റത്ത് മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വയം ചെയ്തതാണ്. ഏതൊന്നിനെക്കുറിച്ചാണോ വാഗ്ദാനം ചെയ്തിരിക്കുന്നത് അത് തീർച്ചയായും വരും. അതിനെ തടയാൻ ആർക്കും സാധ്യമല്ല. നീ പറയുക, എനിക്ക് എന്റെ അള്ളാഹുവാണ് സത്യം, ഇത് തന്നെയാണ് സത്യമായ കാര്യം. ഈ കാര്യത്തിൽ എന്തെങ്കിലും വ്യത്യാസം വരികയോ ഈ കാര്യം മറഞ്ഞിരിക്കുകയോ ചെയ്യുന്നതല്ല. എന്നാൽ ഒരു കാര്യം സംഭവിക്കും, അത് നിന്നെ വിസ്മയപ്പെടുത്തും. ഇത് ആ സമുന്നതനായ ആകാശത്തിന്റെ ദൈവമായ അള്ളാഹുവിന്റെ വഹിയാണ്. എന്റെ നാഥൻ നേരായ മാർഗത്തെ ഉപേക്ഷിക്കുന്നവനല്ല. അവൻ തന്റെ സദ്വൃത്തരായ ദാസരോട് കാണിക്കുന്ന ശീലം അനുസരിച്ചു പ്രവർത്തിക്കും. അവൻ തന്റെ അത്തരം ദാസരെ, അതായത് സഹായിക്കപ്പെടാൻ യോഗ്യരായിട്ടുള്ളവരെ വിസ്മരിക്കുകയില്ല. അതുകൊണ്ട് നിനക്ക് ഈ കേസിൽ വ്യക്തമായ വിജയം ലഭിക്കും. എന്നാൽ അള്ളാഹു നിശ്ചയിച്ച അത്ര സമയം ഈ തീരുമാനത്തിന് താമസമുണ്ട്. നീ എന്നോടൊപ്പമുണ്ട്, ഞാൻ നിന്നോടൊപ്പം ഉണ്ട്. നീ പറയുക, എല്ലാ കാര്യങ്ങളും എന്റെ അള്ളാഹുവിന്റെ അധീനതയിലാണുള്ളത്. പിന്നീട് ഈ എതിരാളിയോട് അയാളുടെ മാർഗഭ്രംശനവും അഹങ്കാരവും അഹംഭാവവും ഉപേക്ഷിക്കുക. ആ സർവശക്തൻ നിന്നോടൊപ്പം ഉണ്ട്. അവന് രഹസ്യമായ കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവുണ്ട്, എന്നല്ല അങ്ങേയറ്റം മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, മനുഷ്യന്റെ ഗ്രാഹ്യത്തെക്കാൾ ഉയർന്നത്, അതും അവനറിയാം. ആ അള്ളാഹുവാണ് യഥാർത്ഥത്തിൽ ആരാധനയ്ക്ക് യോഗ്യൻ. അവനല്ലാതെ ആരാധനക്കർഹനായിട്ട് മറ്റാരും ഇല്ല. മനുഷ്യൻ മറ്റാരിലും അഥവാ അയാൾ അവന്റെ ആരാധ്യനാണ് എന്ന വിധം ആരിലും തവക്കൽ ചെയ്യരുത്. അള്ളാഹുവിൽ മാത്രമാണ് ഈ സിഫത്ത് ഉള്ളത്. അവന് മാത്രമാണ് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിവുള്ളത്. അവനാണ് എല്ലാ വസ്തുക്കളും കാണുന്നത്. ആ അള്ളാഹു അവരോടൊപ്പമാണ്. ആരാണോ തഖ്വ സ്വായത്തമാക്കുന്നത്, അവനെ ഭയക്കുന്നത്, അവർ നന്മ ചെയ്യുമ്പോൾ നന്മയുടെ എല്ലാ സൂക്ഷ്മമായ വശങ്ങളും പൂർത്തിയാക്കുന്നു. ഉപരിപ്ലവമായ രീതിയിൽ നന്മ ചെയ്യുകയല്ല ചെയ്യുന്നത്, ന്യൂനതയോടുകൂടിയും നന്മ ചെയ്യുകയല്ല ചെയ്യുന്നത്, മറിച്ച് അതിസൂക്ഷ്മവുമായ ശാഖകൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നു. അങ്ങേയറ്റത്തെ
മഹത്വത്തോടുകൂടി അതിനെ അതിന്റെ പര്യവസാനത്തിൽ എത്തിക്കുന്നു. അതുകൊണ്ട് അത്തരം ആളുകളെ അള്ളാഹു സഹായിക്കുന്നു. കാരണം അവന്റെ അഭീഷ്ടമാർഗത്തിന്റെ സേവകരാണവർ. അതനുസരിച്ച് ചരിക്കുന്നവരും ചരിപ്പിക്കുന്നവരുമാണ്. ഹസ്രത്ത് മസീഹ് മൗഊദ് ഇസ്ലാം പറയുകയാണ്, അതായത് ഈ വിനീതനെ അദ്ദേഹത്തിന്റെ സമുദായത്തിലേക്ക് അയച്ചു. സമുദായം അദ്ദേഹത്തിൽ നിന്ന് മുഖം തിരിച്ചു. അവർ പറഞ്ഞു, ഇയാൾ വ്യാജവാദിയാണ്, ഭൗതികതയുടെ അത്യാഗ്രഹത്തിൽ വീണിരിക്കുകയാണ്. അതായത് അത്തരം തന്ത്രങ്ങളിലൂടെ ഭൗതികത കരസ്ഥമാക്കാൻ ആഗ്രഹിക്കുന്നു. അവർ അദ്ദേഹത്തിനെതിരിൽ കോടതികളിൽ സാക്ഷ്യം പറഞ്ഞു. അദ്ദേഹത്തെ തുറങ്കിലടക്കുന്നതിനു വേണ്ടി അത് ഭയാനകമായ പ്രളയം കണക്കെ മുകളിൽ നിന്ന് താഴേക്ക് വന്നു. അദ്ദേഹത്തിൽ തന്റെ ആക്രമണങ്ങൾ കൊണ്ട് വീഴുന്നു. എന്നാൽ അദ്ദേഹം പറയുന്നു, എന്റെ പ്രിയപ്പെട്ടവൻ എനിക്ക് വളരെ സമീപസ്ഥനാണ്, അവൻ വളരെ സമീപസ്ഥനാണ്, എന്നാൽ എതിരാളികളുടെ കണ്ണുകളിൽ നിന്ന് മറഞ്ഞിരിക്കുകയാണ്. ഈ വഹി വളരെ പ്രൗഢിയോടുകൂടി പൂർത്തിയായി. വിവിധ സ്ഥലങ്ങളിൽ അവിടുന്ന് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ ഒന്നിലധികം പ്രാവശ്യം പൂർത്തിയായിട്ടുണ്ടായിരിക്കാം. രഹസ്യമായത് അവസാന സമയത്ത് പുറത്തു വന്നു. വിധി വന്നു. അങ്ങയുടെ പേരിൽ കേസുകൾ ഉണ്ടായപ്പോൾ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ എല്ലാ എതിരാളികളുടെയും ആഗ്രഹം അവരിൽ തന്നെ മടക്കപ്പെട്ടു. അവർക്കെതിരിൽ തീരുമാനമുണ്ടായി. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സദസ്സുകളെ കുറിച്ച് വിവരിച്ചുകൊണ്ട് ഹസ്രത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു തആല അൻഹു ഒരു സ്ഥലത്ത് പറയുന്നു, ഞങ്ങളുടെ ചെവികളിൽ ഇപ്പോഴും ആ ശബ്ദം മുഴങ്ങുകയാണ്. അത് ഞങ്ങൾ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൽ നിന്ന് നേരിട്ട് കേട്ടതാണ്. പറയുന്നു, ഞാൻ കുട്ടിയായിരുന്നു, എന്നാൽ എന്റെ താല്പര്യം ഇതായിരുന്നു, ഞാൻ ഹസ്രത്ത് മസീഹ് മൗഊദ് സ്വലാത്തു വസ്സലാമിന്റെ സദസ്സുകളിൽ ഇരിക്കുകയും അങ്ങയുടെ സംസാരം കേൾക്കുകയും ചെയ്യും. ഞങ്ങൾ ഈ സദസ്സുകളിൽ ഇത്രയധികം മസ്അലകൾ കേട്ടിട്ടുണ്ട്. അങ്ങയുടെ ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഞങ്ങൾ മുമ്പ് കേട്ടതാണല്ലോ എന്ന് തോന്നും. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശീലമായിരുന്നു, അങ്ങ് പകൽ എഴുതിയതെല്ലാം വൈകുന്നേരം സദസ്സിൽ വന്ന് വിവരിക്കുമായിരുന്നു. അതുകൊണ്ട് അങ്ങയുടെ മുഴുവൻ കാര്യങ്ങളും ഞങ്ങൾക്ക് മനഃപ്പാടമാണ്. ഞങ്ങൾ ഈ അർത്ഥങ്ങൾ അത് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉദ്ദേശത്തിനും അധ്യാപനങ്ങൾക്കും അനുസൃതമായിട്ടുള്ളതാണ്. നല്ലവണ്ണം മനസ്സിലാക്കുന്നവരാണ്. അതുപോലെ യഥാർത്ഥത്തിലുള്ള ഈമാനെ കുറിച്ച് വിവരിച്ചുകൊണ്ട് ഒരു സ്ഥലത്ത് അവിടുന്ന് പറയുന്നു, ഒരു മാതാവിന് തന്റെ കുട്ടിയെ സേവിക്കുന്നതിനു വേണ്ടി കേവലം തെളിവുകൾ മാത്രം നൽകുകയാണെങ്കിൽ, അഥവാ നീ സേവനം ചെയ്യുന്നില്ല എങ്കിൽ വീടിന്റെ വ്യവസ്ഥിതി കീഴ്മേൽ മറിയും, അങ്ങനെയാകും ഇങ്ങനെയാകും എന്നൊക്കെ പറയുകയാണെങ്കിൽ ഈ തെളിവുകളൊന്നും അവളിൽ ഒരു മിനിറ്റ് നേരത്തേക്ക് പോലും സ്വാധീനം ചെലുത്തുകയില്ല. മാതാവിനെ തെളിവുകൾ കൊണ്ട് കുട്ടിയെ സേവിക്കാൻ നിർബന്ധിതയാക്കാൻ സാധിക്കുകയില്ല. അവൾ അഥവാ സേവിക്കുന്നുണ്ട് എങ്കിൽ അത് അവളുടെ ഹൃദയത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്നേഹാവേശം കാരണത്താലാണ്. അതുകൊണ്ടാണ് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയാറുണ്ടായിരുന്നു, യഥാർത്ഥ ഈമാനാണ് മനുഷ്യനെ വഴി തെറ്റുന്നതിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത്. അല്ലെങ്കിൽ തന്ത്രങ്ങൾ കൊണ്ട് പ്രവർത്തിക്കുന്നവർ ഓരോ ചുവടിലും എഴുന്നേറ്റ് നിൽക്കും. എന്നിട്ട് പറയും, ഇന്ന കൽപ്പന എന്തിനാണ് നൽകിയത്, ഇന്ന ജോലി ചെയ്യാൻ എന്തുകൊണ്ടാണ് പറഞ്ഞത്. അവർക്ക് ചിലപ്പോൾ കാലുകൾ ഇടറിപ്പോകും. അവരുടെ അല്പസ്വല്പമായ ഈമാനും പാഴായിപ്പോകുന്നു. എന്നാൽ പരിപൂർണ ഈമാനുള്ള വ്യക്തി തന്റെ ഈമാന്റെ അടിസ്ഥാനം തന്റെ അനുഭവത്തിലാണ് വെക്കുന്നത്. അയാൾ മറ്റുള്ളവരുടെ തെളിവുകൾ കേൾക്കും, എന്നാൽ അവരുടെ ആക്ഷേപത്തിന്റെ സ്വാധീനം സ്വീകരിക്കപ്പെടുകയില്ല. കാരണം അവർ അള്ളാഹുവിനെ തങ്ങളുടെ ആത്മീയ ദൃഷ്ടി കൊണ്ട് കണ്ടു കഴിഞ്ഞിരിക്കും. പിന്നീട് അവിടുന്ന് മുൻഷി അറോഡെ ഖാൻ സാഹിബിന്റെ ഉദാഹരണം നൽകുകയുണ്ടായി. അദ്ദേഹം ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സഹാബിയായിരുന്നു. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാം പറയുകയാണ്, എനിക്ക് അദ്ദേഹത്തിന്റെ ഒരു തമാശ കഥ അറിയാം. മുമ്പും ഒരിക്കൽ ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, വീണ്ടും പറയാം. അദ്ദേഹം പറയാറുണ്ടായിരുന്നു, എന്നോട് ചിലർ പറഞ്ഞു, നീ അഥവാ മൗലവി സനാഉല്ലാ സാഹിബിന്റെ പ്രസംഗം ഒരിക്കൽ കേൾക്കുകയാണെങ്കിൽ അപ്പോൾ നിനക്കറിയാം മിർസ സാഹിബ് സത്യവാനാണോ അതോ അല്ലേ എന്ന്. പറയുന്നു, ഞാൻ ഒരിക്കൽ അദ്ദേഹത്തിന്റെ, അതായത് മൗലവി സനാഉല്ലാ സാഹിബിന്റെ പ്രസംഗം കേട്ടു.
പിന്നീട് എന്നോട് ആളുകൾ ചോദിച്ചു, ഇനി പറയൂ, ഇത്രയും തെളിവുണ്ടായിട്ടും മിർസ സാഹിബിനെ സത്യവാനായി മനസ്സിലാക്കാൻ സാധിക്കുമോ? പറയുന്നു, ഞാൻ പറഞ്ഞു, ഞാൻ മിർസ സാഹിബിന്റെ മുഖം കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മുഖം കണ്ടതിനു ശേഷം മൗലവി സനാഉല്ലാ സാഹിബ് 2 വർഷം എന്റെ മുന്നിൽ നിന്ന് പ്രസംഗിച്ചാലും അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന് എന്നിൽ ഒരു സ്വാധീനവും ഉണ്ടാക്കാൻ സാധ്യമല്ല. അത് കള്ളവാദിയുടെ മുഖമാണ് എന്നെനിക്ക് പറയാൻ ഒരിക്കലും സാധിക്കുകയില്ല. എനിക്ക് തീർച്ചയായും അദ്ദേഹത്തിന്റെ ആരോപണങ്ങളിൽ ചിലതിന്റെ മറുപടി അറിയില്ലായിരിക്കാം. എന്നിരുന്നാലും ഞാൻ പറയും, മിർസ സാഹിബ് സത്യവാനാണ്. കാരണം യുക്തി അറിയേണ്ടത് ഒരു പരിപൂർണ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമല്ല. കാരണം അദ്ദേഹത്തിന്റെ ഈമാൻ ബുദ്ധിയുടെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ്. മുൻഷി അറോഡെ ഖാൻ സാഹിബിന്റെ ഈ സംഭവം ഈ അടിസ്ഥാനത്തിലും മുന്നിൽ വെക്കേണ്ടത് അനിവാര്യമായിരുന്നു. നാം അള്ളാഹുവിനെ നമ്മുടെ ആത്മീയ ദൃഷ്ടി കൊണ്ട് കാണാനായി പരിശ്രമിക്കണം. ഇത് അള്ളാഹുമായി ബന്ധം സ്ഥാപിക്കുന്നതിലൂടെ മാത്രമേ സാധ്യമാവുകയുള്ളൂ. അതുപോലെ തന്നെ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിലുള്ള വിശ്വാസം അപ്പോഴായിരിക്കും യഥാർത്ഥ നിലയിൽ ഉണ്ടായിത്തീരുക. അതായത് ഈ കാലഘട്ടത്തിൽ അള്ളാഹു അദ്ദേഹത്തെ ലോകത്തിന്റെ പരിഷ്കരണത്തിന് വേണ്ടിയാണ് അയച്ചത്. ഇത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. കാലഘട്ടം ആവശ്യപ്പെടുന്നു. ഈ കാലഘട്ടത്തിൽ ഒരു പരിഷ്കർത്താവ് വരേണ്ടതാണ്. മസീഹ് മൗഊദ് വരേണ്ടതാണ്. കാലഘട്ടത്തിന്റെ അവസ്ഥ തന്നെ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സത്യതയ്ക്കുള്ള തെളിവാണ്. അതുകൂടാതെ മറ്റ് തെളിവുകളുടെ ആവശ്യം തന്നെയില്ല. കാരണം ഈ വഴിപിഴച്ച കാലഘട്ടത്തെക്കുറിച്ച് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചനം ചെയ്തിട്ടുണ്ടായിരുന്നു. അള്ളാഹുവുമായിട്ടുള്ള ബന്ധം ഉണ്ടെങ്കിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയവും ഉണ്ടാകും. അങ്ങനെയെങ്കിൽ അനേകം തെളിവുകളുടെ ആവശ്യം വരികയില്ല. തെളിവുകളും മുഅ്ജിസത്തുകളും ആവശ്യപ്പെടേണ്ടി വരില്ല. കാലഘട്ടത്തിന്റെ ആവശ്യം അങ്ങയുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും അങ്ങയുടെ സത്യസാക്ഷ്യത്തിനുള്ള തെളിവുകളാണ്. നാം ഈ കാര്യം എപ്പോഴും ഓർക്കേണ്ടതാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തങ്ങളുടെ ഈമാനെ സുദൃഢമാക്കി തീർക്കേണ്ടതാണ്. കാലഘട്ടത്തിന്റെ ഈ ആവശ്യം അള്ളാഹു ഈ കാര്യം മറ്റു മുസ്ലിങ്ങൾക്കും മനസ്സിലാക്കുന്നതിനുള്ള തൗഫീക്ക് നൽകട്ടെ. അവരും കാലഘട്ടത്തിന്റെ ഇമാമിനെ വിശ്വസിക്കുന്നവരായി മാറട്ടെ. ഹദ്റത്ത് മുൻഷി അറോഡെ ഖാൻ സാഹിബിന്റെ ഇഖ്ലാസിനെ കുറിച്ച് വിവരിച്ചുകൊണ്ട് ഒരു സ്ഥലത്ത് ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, നമ്മുടെ ജമാഅത്തിൽ ചില പേരുകൾ അപ്രകാരമുണ്ട്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു മുഖ്ലിസായ സഹാബിയുടെ പേര് അറോഡ എന്നായിരുന്നു. വളരെ ആശ്ചര്യകരമായ പേരുകളാണ്. അതിനുള്ള കാരണം വിവരിച്ചുകൊണ്ട് പറയുന്നു, ആ കാലഘട്ടത്തിലെ രീതിയായിരുന്നു ചിലർ അവരുടെ കുട്ടികൾ സാധാരണയായി മരിച്ചു പോവുകയാണെങ്കിൽ അവർ കുട്ടികളെ മാലിന്യ കൂമ്പാരത്തിനുമേൽ ഉരുട്ടുമായിരുന്നു. ഈ വിധത്തിലെങ്കിലും ആ കുട്ടി രക്ഷപ്പെടുന്നതിനു വേണ്ടി. ഇതൊരാചാരമായിരുന്നു, അല്ലെങ്കിൽ അവരുടെ ഒരു രീതിയായിരുന്നു, അല്ലെങ്കിൽ അവരുടെ ചിന്താഗതിയായിരുന്നു. പിന്നീട് ആ കുട്ടിയുടെ പേര് അറോഡ എന്ന് വെക്കുമായിരുന്നു. മുൻഷി സാഹിബിന്റെ പേര് ഈ വിധത്തിലാണ് അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ അറോഡ എന്ന് വെച്ചത്. എന്നാൽ അദ്ദേഹം അള്ളാഹുവിന്റെ ദൃഷ്ടിയിൽ അറോഡ ആയിരുന്നില്ല, മാലിന്യത്തിൽ വീണുകിടക്കുന്ന ആളായിരുന്നില്ല. മാതാപിതാക്കൾ അദ്ദേഹത്തിന് ഈ പേര് വെച്ചു. ഒരുപക്ഷെ മാലിന്യ കൂമ്പാരണത്തിൽ വീണുകൊണ്ടെങ്കിലും ഈ കുട്ടി ജീവിച്ചിരിക്കട്ടെ എന്ന് വിചാരിച്ച്. എന്നാൽ അള്ളാഹു അദ്ദേഹത്തിനെ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാൽച്ചുവട്ടിൽ കൊണ്ടുവന്ന് ശാരീരിക മരണത്തിൽ നിന്നും മാത്രമല്ല ആത്മീയ മരണത്തിൽ നിന്നും രക്ഷപ്പെടുത്താൻ ആഗ്രഹിച്ചിരുന്നു. മാതാപിതാക്കൾ അദ്ദേഹത്തെ മാലിന്യത്തിന് കാണിക്ക വെക്കാൻ ആഗ്രഹിച്ചു. എന്നാൽ അള്ളാഹു അദ്ദേഹത്തിന്റെ വിശുദ്ധ ഹൃദയം കണ്ടു, അതിനെ തനിക്കായി സ്വീകരിച്ചു. അങ്ങനെ അവൻ അദ്ദേഹത്തിന് ഈമാൻ നൽകി. അദ്ദേഹം ഹദ്റത്ത് മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുഖ്ലിസായ സഹാബിയായി തീർന്നു. അത്തരത്തിലുള്ള മുഖ്ലിസ്, അത്തരം ആളുകൾ വളരെ വിരളമായിരിക്കും. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ഇത്തരത്തിലുള്ള ഇഖ്ലാസ് ഇല്ലാതെ മോക്ഷം ആഗ്രഹിക്കുന്നത് ഒരു വൃഥാ കാര്യമാണ്. ആ വിധത്തിലുള്ള മുഖ്ലിസായിരുന്നു
ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ ഇഖ്ലാസിനെ പ്രശംസിക്കുകയാണ്. ഇവർ തങ്ങളുടെ ഇഖ്ലാസ് ഈ വിധം കാണിക്കുകയുണ്ടായി കാണുമ്പോൾ അത്ഭുതം തോന്നുന്നു. ഇവർ സ്നേഹത്തിന്റെയും അനുരക്തിയുടെയും കൂടാരങ്ങളായിരുന്നു. ഹസ്രത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു തആല അൻഹു ഇദ്ദേഹത്തെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ടൊരു സ്ഥലത്ത് പറയുന്നു, മുൻഷി സാഹിബ് മർഹൂം മജിസ്ട്രേറ്റോ സെഷൻ ജഡ്ജോ മറ്റോ ആയി ജോലി ചെയ്യുകയായിരുന്നു. മാസത്തിൽ ഒരിക്കൽ ഉറപ്പായും കാദിയാനിൽ വരുമായിരുന്നു. കാരണം ഒരു അവധി കൊണ്ട് പ്രയോജനമെടുക്കാൻ സാധിക്കുമായിരുന്നില്ല. ഏതുവരെ ആഴ്ചയിലെ ഏതാനും ദിവസം കൂടി ലഭിക്കുന്നില്ലയോ, അതുകൊണ്ടെന്നാണോ അദ്ദേഹം കാദിയാനിൽ വരുന്നത്. ആ അവസരത്തിൽ അദ്ദേഹത്തിന്റെ ഓഫീസിലുള്ളവരോട് പറയും, ഇന്ന് ജോലി പെട്ടെന്ന് തീർക്കണം, കാരണം മുൻഷിജിക്ക് ഇന്ന് കാദിയാനിൽ പോകേണ്ടതാണ്. അഥവാ അദ്ദേഹത്തിന് പോകാൻ കഴിഞ്ഞില്ല എങ്കിൽ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്ന് അത്തരത്തിലുള്ള ഒരു വേവലാതി വരും, ഞാൻ നശിച്ചു പോകും. അങ്ങനെ അദ്ദേഹത്തെ ശരിയായ സമയത്ത് വിടുമായിരുന്നു. ഓഫീസർ ഹിന്ദുവായിരുന്നു. എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ നന്മയും തഖ്വയും ദുആ സ്വീകാര്യതയുടെയും സ്വാധീനം അദ്ദേഹത്തിൽ അത്രത്തോളം ഉണ്ടായിരുന്നു. അയാൾ സ്വയം അദ്ദേഹത്തിന് കാദിയാനിൽ വരാനുള്ള സമയം നൽകുമായിരുന്നു. പറയുമായിരുന്നു, കാദിയാനിൽ പോകാൻ സാധിച്ചില്ല എങ്കിൽ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്ന് അത്തരത്തിലുള്ള ഒരു വേവലാതി ഉണ്ടാകും, എനിക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുഖം കണ്ട് ഇവരുടെ സ്വാധീനം അന്യരിലും ഉണ്ടായിരുന്നു. അതുപോലെ ഇഖ്ലാസിൽ മുൻകടന്നവരായിരുന്നു. അള്ളാഹുമായി അവർക്കൊരു ബന്ധമുണ്ടായിരുന്നു. മുസ്ലിം മൗഊദ് പറയുന്നു, മനുഷ്യൻ അള്ളാഹുമായി ഏത് വിധേനയാണോ പെരുമാറുന്നത് അതുപോലെ ആയിരിക്കും അവൻ അവരോടും പെരുമാറുക. ഏതുവിധത്തിലാണോ മനുഷ്യൻ ഹൃദയം അവനു വേണ്ടി ഒരുക്കുന്നത് ആ വിധത്തിലായിരിക്കും അള്ളാഹും അവരോട് പെരുമാറുക. ലോകം അയാളെ അടിക്കുകയും ചീത്ത വിളിക്കുകയും ചെയ്യും, അയാളെ അടിച്ചമർത്താൻ ശ്രമിക്കും. എന്നാൽ അയാൾ എല്ലായ്പ്പോഴും അടിച്ചമർത്തപ്പെട്ടാൽ പന്ത് പോലെ വീണ്ടും പൊന്തി വരും. അത്തരം വിശ്വാസികളെ എല്ലാവിധത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടായാലും അള്ളാഹു വളർത്തും. ഇത് തന്നെയാണ് യഥാർത്ഥ പുരോഗതി പ്രാപിക്കുന്ന ജമാഅത്ത്. അത്തരത്തിലുള്ള ഈമാൻ ഉണ്ടാകേണ്ടതാണ്. തങ്ങളുടെ ഹൃദയങ്ങളെ അത്തരത്തിലാക്കുക, അത്തരം സ്നേഹം ജമാഅത്തിന് വേണ്ടി ഉണ്ടാക്കുക. പിന്നീട് നോക്കുക, അള്ളാഹു നിങ്ങളെ ഏതു വിധത്തിലാണ് വളർത്തുന്നത്. ആരാണോ അള്ളാഹുവിന്റേതായി തീരുന്നത് അവർക്ക് ചോദിക്കേണ്ടതായി പോലും വരികയില്ല. ചില സമയത്ത് അവർ പ്രൗഢിയോടുകൂടി പറയും, ഞങ്ങൾ ചോദിക്കുകയില്ല. അള്ളാഹു സ്വയം അവരുടെ ആവശ്യം പൂർത്തിയാക്കും. ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിൽ നിന്ന് തന്നെ ഞാൻ ഈ സംഭവം കേട്ടിട്ടുണ്ട്. ഒരു മഹാത്മാവ് ഉണ്ടായിരുന്നു. ഒരിക്കൽ അദ്ദേഹം വളരെ വലിയ ആപത്തിൽപ്പെട്ട ഒരവസ്ഥ ഉണ്ടായി. ആരോ ഒരാൾ ചോദിച്ചു, താങ്കൾ എന്തുകൊണ്ടാണ് ദുആ ചെയ്യാത്തത്? അദ്ദേഹം പറഞ്ഞു, എന്റെ റബ്ബ് എനിക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ എന്റെ ദുആ അപമര്യാദയാണ്. അവന് ഇഷ്ടമല്ല എങ്കിൽ പിന്നെ ഞാൻ എന്തിനു ചോദിക്കണം? ഇതായിരുന്നു അദ്ദേഹത്തിന്റെ സ്ഥാനം. ഈ അവസ്ഥയിൽ ഞാൻ പറയും, എനിക്ക് ലഭിക്കേണ്ടതില്ല. ഇനി അഥവാ അവൻ നൽകാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ എന്റെ ചോദ്യം അക്ഷമയാണ്. മുസ്ലിം മൗഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഇതിനർത്ഥം ദുആ ചെയ്യാറേ ഇല്ല എന്നല്ല, മറിച്ച് ചില സമയത്ത് പരിപൂർണ മുഅ്മിനീങ്ങളിൽ അത്തരം അവസ്ഥകൾ വരാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അത്തരം അവസ്ഥകൾ വരും. അവർ പറയും, ശരി, ഞങ്ങൾ ചോദിക്കുകയില്ല. ദുആ ചെയ്യാൻ അള്ളാഹു സ്വയം കൽപ്പിച്ചിട്ടുണ്ട്, എന്നോട് ചോദിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ചിലപ്പോൾ ഇത്തരത്തിലുള്ള അവസ്ഥകൾ ഉണ്ടാകുന്നു. ചിലർ അള്ളാഹുമായിട്ട് ആ ബന്ധം കാരണം പ്രൗഢിയും പരിഭവവും കാണിക്കുന്നു. അള്ളാഹു സ്വയം തങ്ങളുടെ ആവശ്യം പൂർത്തിയാക്കും. എന്നാൽ ഈ സ്ഥാനം വെറുതെ കരസ്ഥമാക്കാൻ സാധിക്കുകയില്ല. നിങ്ങൾ വെറുതെ ഇരിക്കുകയും തങ്ങളിൽ അവനോടുള്ള സ്നേഹം ഉണ്ടാക്കാതിരിക്കുകയും നമസ്കാരത്തിൽ ഉള്ളൊരുക്കവും വേദനയും ഉണ്ടാക്കാതിരിക്കുകയും സദക്കയും ദാനധർമ്മങ്ങളിലും ചന്തകളിലും അശ്രദ്ധ കാണിക്കുകയും കളവും വഞ്ചനയും കാണിക്കുകയും എന്നിട്ട് അള്ളാഹുവിന്റെ പ്രത്യേക അനുഗ്രഹത്തിന് അവകാശികളായി തീരുകയും ചെയ്യുക, ഇത് ഒരിക്കലും തന്നെ സാധ്യമല്ല. മുസ്ലിം മൗഊദ് പറയുന്നു, ഞാൻ പല പ്രാവശ്യം മുമ്പ് കേൾപ്പിച്ചിട്ടുണ്ട്. കാസി അമീർ ഹുസൈൻ സാഹിബ് മർഹൂം ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വളരെ മുഖ്ലിസായ ഒരു സഹാബിയായിരുന്നു. അഹമ്മദിയ ആകുന്നതിനു മുമ്പ് അദ്ദേഹം വലിയ യാഥാസ്ഥികനായ വഹാബിയായിരുന്നു. ഇതുപോലുള്ള ഒരുപാട് പ്രകടമായ കാര്യങ്ങൾ അദ്ദേഹത്തിന് സഹിക്കാൻ സാധിക്കുമായിരുന്നില്ല. വഹാബികൾ വലിയ യാഥാസ്ഥികരായിരിക്കും. ചില കാര്യങ്ങൾ അവർക്ക് സഹിക്കാൻ സാധിക്കുകയില്ല. പ്രത്യക്ഷത്തിലുള്ള കാര്യങ്ങൾ. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ഹുസൂർ പുറത്തേക്ക് വരുമ്പോൾ സ്നേഹിതന്മാർ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു. ഖാസി സാഹിബ് മർഹൂം അഹമ്മദി ആയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ചിന്താഗതി ഇതായിരുന്നു, അങ്ങനെ നിൽക്കുന്നത് ശരിയല്ല, മറിച്ച് ശിർക്കാണ്. ഇതിനെക്കുറിച്ച് എപ്പോഴും തർക്കിക്കുമായിരുന്നു. ഇന്ന് തന്നെ നമ്മളിൽ ഇത്തരം കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പിന്നെ ഭാവിയിൽ എന്താകും അവസ്ഥ?
മുസ്ലിമോദ് പറയുന്നു, അദ്ദേഹം എന്റെ അധ്യാപകൻ കൂടിയായിരുന്നു. പറയുന്നു, പിന്നീട് എന്റെ ഖിലാഫത്ത് കാലഘട്ടം വന്നപ്പോൾ ഒരിക്കൽ ഞാൻ പുറത്തു വന്നപ്പോൾ അദ്ദേഹം ഉടനെ തന്നെ എഴുന്നേറ്റ് നിന്നു. ഹസ്രത്ത് മുസ്ലിമോദിനെ കണ്ട ഉടനെ അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഖാസി സാഹിബ്, ഇത് താങ്കളെ സംബന്ധിച്ചിടത്തോളം ഷിർക്കാണല്ലോ. ഇത് കേട്ട് അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാനും വിചാരിക്കുന്നത് അതുതന്നെയാണ്. എന്നാൽ എന്തു ചെയ്യും, ഇത് തടയാൻ കഴിയുന്നില്ല. അറിയാതെ തന്നെ അപ്പോൾ എഴുന്നേറ്റു പോകുന്നു. ഞാൻ പറഞ്ഞു, ഇതുതന്നെയാണ് താങ്കളുടെ ചോദ്യത്തിനുള്ള ആക്ഷേപത്തിനുള്ള മറുപടിയും. ആരെങ്കിലും കാണിച്ചുകൂട്ടൽ നടത്തി എഴുന്നേറ്റ് നിൽക്കുകയാണെങ്കിൽ തീർച്ചയായും അത് ഷിർക്കാണ്. എന്നാൽ മനുഷ്യൻ അനിയന്ത്രിതമായി എഴുന്നേൽക്കുകയാണ് എങ്കിൽ അത് ഷിർക്കല്ല. ഇതാണ് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയാറുണ്ടായിരുന്നത്. പറയുമായിരുന്നു, ചില കാര്യങ്ങൾ ഉണ്ട്, അതിനെ കാണിച്ചുകൂട്ടലും ഔപചാരികതയും ഷിർക്കാക്കി മാറ്റുന്നു. ഈ കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. പറയാറുണ്ടായിരുന്നു, ഹദ്റത്ത് ആയിഷ റളിയല്ലാഹു തആല അൻഹ തന്റെ ഒരു സഹോദരന്റെ മരണത്തിൽ അനിയന്ത്രിതമായി പൊട്ടിക്കരഞ്ഞു. മുഖത്ത് കൈ കൊണ്ടടിച്ചു. ആരോ അവരോട് ചോദിച്ചു, ഇത് അനുവദനീയമാണോ? അവർ പറഞ്ഞു, അനിയന്ത്രിതമായ പ്രകാരം സംഭവിച്ചതാണ്, ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. മുസ്ലിം അത് പറയുകയാണ്, ഖാസി സാഹിബിന്റെ ഈ വാക്കുകൾ എനിക്കും ഇപ്പോഴും ഓർമ്മയിൽ നിൽക്കും. അതായത് അനിയന്ത്രിതമായി സംഭവിച്ചതാണെന്ന കാര്യം. ഏതായിരുന്നാലും സഹാബാക്കൾക്ക് അവരുടേതായ ഒരു നിറം ഉണ്ടായിരുന്നു. ഓരോരുത്തർക്കും ഇഖ്ലാസിന്റെയും സ്നേഹത്തിന്റെയും ബന്ധമായിരുന്നു. അള്ളാഹുമായുള്ള ബന്ധം ഏതെല്ലാം വിധത്തിലുള്ള അടയാളമാണ് കാണിക്കുന്നത്. ഇതിനെക്കുറിച്ച് ഹദ്റത്ത് മുസ്ലിം മൗഊദ് പറയുന്നു, ഞാൻ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൽ നിന്ന് കേട്ടിട്ടുണ്ട്. ഒരിക്കൽ ഹാറൂൺ റഷീദിന്റെ കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു, അഹ്ലെ ബൈത്തിൽപ്പെട്ട ഒരു മഹാത്മാവിനെ, അദ്ദേഹത്തിന്റെ പേര് മൂസ റദ എന്നായിരുന്നു, അദ്ദേഹം കാരണം ഫിത്ന ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന പേരിൽ തടവറയിൽ ആക്കപ്പെട്ടു. ഒരിക്കൽ അർദ്ധരാത്രി നേരത്ത് ഒരു പടയാളി അദ്ദേഹത്തിന്റെ അടുത്ത് വിട്ടയക്കുന്നതിന്റെ കൽപ്പനയുമായി വന്നു. അദ്ദേഹം വളരെ അത്ഭുതപ്പെട്ടു. എന്നെ ഇപ്രകാരം സ്വതന്ത്രനാക്കാനുള്ള കൽപ്പന എങ്ങനെയാണ് ഇത്ര വേഗമുണ്ടായത്? അദ്ദേഹം ചക്രവർത്തിയെ കണ്ടു. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾ എന്നെ ഇങ്ങനെ പെട്ടെന്ന് സ്വതന്ത്രനാക്കാൻ കാരണം എന്താണ്? അദ്ദേഹം പറഞ്ഞു, കാരണം ഇതാണ്, ഞാൻ ഉറങ്ങുകയായിരുന്നു, ഞാൻ സ്വപ്നത്തിൽ കണ്ടു എന്നെ ആരോ ഉണർത്തിയിരിക്കുന്നു. സ്വപ്നത്തിൽ തന്നെ എന്റെ കണ്ണുകൾ തുറക്കപ്പെട്ടു. ഞാൻ ചോദിച്ചു, ആരാണ്? ഹദ്റത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആണ് എന്ന് അറിയാൻ സാധിച്ചു. ഞാൻ ചോദിച്ചു, എന്ത് കൽപ്പനയാണ് എനിക്കുള്ളത്? അപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഹാറൂൺ റഷീദ്, എന്താണ് കാര്യം? നീ സുഖത്തിൽ ഉറങ്ങുകയാണ്, നമ്മുടെ മകനെയാകട്ടെ തടവറയിൽ വെച്ചിരിക്കുകയാണ്. ഇത് കേട്ട് എന്നിൽ അത്തരത്തിലുള്ള ആദരയുക്തമായ ഒരു ഭയം ഉണ്ടായി. ഞാൻ അപ്പോൾ തന്നെ താങ്കളെ സ്വതന്ത്രനാക്കാനുള്ള കൽപ്പന പുറപ്പെടുവിച്ചു. ആ മഹാത്മാവ് പറഞ്ഞു, അങ്ങനെ അന്നത്തെ ദിവസം എനിക്കും തടവറയിൽ വലിയ അസ്വസ്ഥതയുണ്ടായിരുന്നു. അതിനു മുമ്പ് എനിക്കും സ്വതന്ത്രനാകണമെന്ന ആഗ്രഹമുണ്ടായിരുന്നില്ല. എന്നാൽ അന്നത്തെ ദിവസം സ്വാതന്ത്ര്യം കിട്ടാനുള്ള വലിയ അസ്വസ്ഥത ഉണ്ടായിരുന്നു. ഹദ്റത്ത് മുസ്ലിം മൗഊദ് പറയുന്നു, മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു പ്രേമി, അതായത് മുൻഷി അറോഡെ ഖാൻ സാഹിബിന്റെ തന്നെ മറ്റൊരു ഉദാഹരണം നൽകുന്നു. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സഹാബാക്കളിൽപ്പെട്ട ആളായിരുന്നു അദ്ദേഹവും എല്ലാ വെള്ളിയാഴ്ചയോ ഞായറാഴ്ചയോ കാദിയാനിൽ എത്താൻ ശ്രമിക്കുമായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന് ലീവ് ലഭിക്കുമ്പോൾ ഇവിടെ വരുമായിരുന്നു. ഇതിനെക്കുറിച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. പിന്നീട് വരുമ്പോൾ തന്റെ യാത്രയുടെ ഒരു ഭാഗം കാൽനടയായി നടക്കുമായിരുന്നു. കാരണം കുറച്ച് തുക മിച്ചമാവുകയും അത് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സന്നിധിയിൽ നൽകുകയും ചെയ്യുന്നതിനു വേണ്ടി. അന്ന് അദ്ദേഹത്തിന്റെ ശമ്പളം വളരെ കുറച്ചായിരുന്നു, 15-20 രൂപയായിരുന്നു എന്നാണ് തോന്നുന്നത്. ഇതിൽ നിന്നും ചിലവുകൾ നടത്തണമായിരുന്നു എന്ന് മാത്രമല്ല, യാത്രാ ചിലവും വഹിക്കണമായിരുന്നു. അതോടൊപ്പം ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമക്ഷത്തിൽ കാണിക്കയായും വെക്കണമായിരുന്നു. ഹദ്റത്ത് മുസ്ലിം മൗഊദ് പറയുന്നു, ഞാൻ അദ്ദേഹത്തെ എല്ലായ്പ്പോഴും ഒരൊറ്റ കോട്ടിൽ മാത്രമാണ് കണ്ടിട്ടുള്ളത്, ഒരൊറ്റ കോട്ട് മാത്രമാണ് ധരിച്ചിരുന്നത്. ഞാൻ അദ്ദേഹത്തെ മുഴുവൻ ആയുസിലും മറ്റൊരു കോട്ട് ധരിച്ചതായി കണ്ടിട്ടില്ല. അദ്ദേഹം തുണി ഉടുക്കുകയാണ് ചെയ്യാറുണ്ടായിരുന്നത്. വളരെ നിസ്സാരമായ ഒരു കുർത്തയും ഉണ്ടാകും. അദ്ദേഹത്തിന്റെ വലിയ ആഗ്രഹം ഇതായിരുന്നു, അദ്ദേഹം മെല്ലെ മെല്ലെ കുറച്ച് തുക സ്വരൂപിക്കുകയും പിന്നീട് ഹദ്റത്ത് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമക്ഷത്തിൽ കാണിക്കയായി നൽകുകയും ചെയ്യുക. മെല്ലെ മെല്ലെ അദ്ദേഹം തന്റെ വിശ്വസ്തത കാരണം
ജോലിയിലും പുരോഗതി കൈവരിച്ചു, തഹസീൽദാർ ആയി. പിന്നീട് അദ്ദേഹത്തിന്റെ ഈ പ്രസിദ്ധമായ സംഭവം ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു തആല അൻഹു വിവരിച്ചിട്ടുണ്ട്. അദ്ദേഹം ഹദ്റത്ത് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വഫാത്തിന് ശേഷം ഒരു ദിവസം വന്നു എന്നെ പുറത്തേക്ക് വിളിച്ചു. എന്നിട്ട് വളരെ ശക്തമായ നിലയിൽ കരയാൻ തുടങ്ങി. ഹദ്റത്ത് മുസ്ലിം മൗഊദ് പറഞ്ഞു, എന്താണ് കാരണമെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നീട് അദ്ദേഹം 4-5 സ്വർണത്തിന്റെ നാണയങ്ങൾ നൽകി. ഈ കാണിക ഹദ്റത്ത് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് നൽകാൻ ആഗ്രഹിച്ചു, എന്നാൽ തൗഫീക്ക് കിട്ടിയില്ല. എന്നാൽ ഇപ്പോൾ എനിക്ക് ഭാഗ്യമുണ്ടായപ്പോൾ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഈ ലോകത്തില്ല. വീണ്ടും ശക്തമായ നിലയിൽ കരയാൻ തുടങ്ങി. ഹദ്റത്ത് മുസ്ലിം മൗഊദ് പറയുകയാണ്, ഇതാണ് ഇഷ്ക് എന്ന് പറയുന്നത്. ലോകത്ത് എന്തെങ്കിലും അനുഗ്രഹമുണ്ടെങ്കിൽ, നമുക്കെന്തെങ്കിലും സുഖം ലഭിക്കുമെങ്കിൽ ഈ സംഭവത്തെ വിവരിച്ചുകൊണ്ട് പറയുന്നു, ലോകത്തിലെ അനുഗ്രഹങ്ങൾ നിരവധിയാണ്. ഇത് മുഖേന എന്തെങ്കിലും സുഖം ലഭിക്കുമെങ്കിൽ ഈ ഒരു വിശ്വാസിയുടെ ഹൃദയം അത് ഉപയോഗിക്കുമ്പോൾ തീർച്ചയായും പിടക്കും. കാരണം ഇത് അനുഗ്രഹം ആണ് എങ്കിൽ അത് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിക്കണമായിരുന്നു. ഹദ്റത്ത് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹയുടെ ഒരു സംഭവമുണ്ട്. അവർക്ക് മൃദുലമായ ആട്ടയുടെ റൊട്ടി ലഭിച്ചപ്പോൾ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ വന്നു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഇത് ലഭിക്കാറുണ്ടായിരുന്നില്ല. വലിയ തരിയുള്ള ആട്ടയുടെ റൊട്ടിയാണ് ലഭിക്കാറുണ്ടായിരുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനോടുള്ള തന്റെ അനുരക്തി വിവരിച്ചുകൊണ്ട് ഹദ്റത്ത് മുസ്ലിം മൗഊദ് ഒരു സംഭവം എഴുതുന്നു. ആ ആഗ്രഹം ഏതെങ്കിലും യോഗ്യതയുള്ളതാണെങ്കിൽ അത് റസൂൽ തിരുമേനിക്ക് ലഭിക്കണമായിരുന്നു. അങ്ങേക്ക് ശേഷം അങ്ങയുടെ പ്രതിബിംബം ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന് ലഭിക്കണമായിരുന്നു. പറയുന്നു, ഞാൻ ചെറുപ്പമായിരുന്നു. ഹദ്റത്ത് മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് എനിക്ക് വേട്ടയാടുന്നതിലുള്ള താല്പര്യമുണ്ടായി. ഒരു എയർഗൺ എന്റെ പക്കൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വേട്ട നടത്തി വീട്ടിൽ കൊണ്ടുവരുമായിരുന്നു. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം കുറച്ചാണ് ഭക്ഷണം കഴിച്ചിരുന്നത്. അങ്ങേക്ക് ബുദ്ധിപരമായ ജോലി വളരെ കൂടുതലായി ചെയ്യേണ്ടിയിരുന്നു. ഞാൻ സ്വയം ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാമിൽ നിന്നോ അതോ മറ്റേതോ ചികിത്സകരിൽ നിന്നോ കേട്ടിട്ടുണ്ടായിരുന്നു, വേട്ടയാടിയ മാംസം ബുദ്ധിപരമായി ജോലി ചെയ്യുന്നതിന് വളരെ നല്ലതാണ്. അതുകൊണ്ട് ഞാൻ എല്ലായ്പ്പോഴും വേട്ടയാടി കിട്ടുന്നത് അങ്ങയുടെ സമക്ഷത്തിൽ നൽകുമായിരുന്നു. ആ കാലഘട്ടത്തിൽ ഞാൻ സ്വയം വേട്ടയാടിയ മാംസം എപ്പോഴെങ്കിലും കഴിച്ചതായി എനിക്ക് ഓർമ്മയില്ല. എല്ലായ്പ്പോഴും വേട്ടയാടിയത് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന് നൽകുമായിരുന്നു. മനുഷ്യന് തന്റെ പ്രേമഭാജനത്തോടുള്ള സ്നേഹം പൂർണ്ണമാകുമ്പോൾ ഒന്നുകിൽ അവർ ഒരു വസ്തുവിനെയും സുഖദായകമായി മനസ്സിലാക്കുകയില്ല, അഥവാ സുഖദായകമായി മനസ്സിലാക്കുന്നുവെങ്കിൽ തന്നെ പറയും ഇത് ആ പ്രേമഭാജനത്തിന്റെ അവകാശമാണ്. അള്ളാഹു തന്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് വിശുദ്ധ ഖുർആന്റെ വലിയ വലിയ ആത്മീയ ജ്ഞാനങ്ങൾ തുറന്നു നൽകുകയുണ്ടായി. എന്നാൽ അനേകം അവസരം എനിക്ക് പ്രകാരമുണ്ടായി. അള്ളാഹു ഏതെങ്കിലും ഒരു പോയിന്റ് എനിക്ക് തുറന്നു തരുമ്പോൾ എന്റെ ഹൃദയത്തിൽ ആഗ്രഹം ഉണ്ടാകും. അഥവാ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയോ ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് അവലിന്റെയോ കാലഘട്ടത്തിൽ ഈ പോയിന്റ് എനിക്ക് തുറന്നു നൽകിയിരുന്നുവെങ്കിൽ ഞാൻ അത് അവർക്ക് മുമ്പിൽ അവതരിപ്പിക്കും. അത് മുഖേന എനിക്ക് അവരുടെ തൃപ്തി ലഭിക്കും. പറയുന്നു, യഥാർത്ഥ സ്ഥാനം ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റേത് തന്നെയാണ്. ഹസ്രത്ത് ഖലീഫ അവലിന്റെ ചിന്താഗതി എനിക്കുണ്ടാകാനുള്ള കാരണം അദ്ദേഹമാണ് എന്നെ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. അദ്ദേഹത്തിന് എന്നോട് അപാരമായ സ്നേഹമുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ആഗ്രഹമായിരുന്നു ഞാൻ വിശുദ്ധ ഖുർആനിൽ ചിന്തിക്കുകയും അതിന്റെ അർത്ഥം കാണുകയും കണ്ടെത്തുകയും ചെയ്യണം എന്നുള്ളത്. ഹദ്റത്ത് മുസ്ലിം മൗഊദ് പറയുന്നു, ഭൗതിക വസ്തുക്കൾ ഒന്നും തന്നെയല്ല. ഇനി അഥവാ നമുക്ക് എന്തെങ്കിലും ഉണ്ട് എങ്കിൽ അത് ഇത്തരത്തിലുള്ള വസ്തുക്കളാണ്. ഇതാണ് യഥാർത്ഥത്തിലുള്ള സുഖത്തിനുള്ള സംവിധാനം എത്തിച്ചു നൽകുന്നത്. ഇതായിരുന്നു ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രേമിയുടെ കഥ. ആ കാലഘട്ടത്തിൽ കാദിയാനിൽ പോകുന്നവരുടെ കഥ എല്ലായ്പ്പോഴും ഈ ഒരാഗ്രഹം, അത് ഇങ്ങനെയായിരുന്നു, എല്ലായ്പ്പോഴും കാദിയാനിൽ തന്നെ ഇരിക്കണം. ഏതുപോലെ ഫസൽ ഷാ സാഹിബിന്റെ ഒരു സംഭവം ഞാൻ കേൾപ്പിച്ചു. മുൻഷി അറോഡെ ഖാൻ സാഹിബിന്റെയും ഒരു ഭാഗത്ത് ഇവരായിരുന്നു. അവർ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുഖം
കണ്ടിരുന്നത് എല്ലായ്പ്പോഴും കാദിയാനിൽ എത്തണം എന്ന ശ്രമത്തിലാണ് ഉണ്ടായിരുന്നത്. കാദിയാനിൽ എത്തുന്നതിനു വേണ്ടി അസ്വസ്ഥപ്പെടുമായിരുന്നു. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന് വേണ്ടി ത്യാഗം ചെയ്യുമായിരുന്നു. എന്നാൽ ചില പാവങ്ങൾ ഈ വിധത്തിലും ഉണ്ടായിരുന്നു. അവർക്ക് കാദിയാനിലെ നന്മയുടെ അന്തരീക്ഷം പ്രയാസമായി അനുഭവപ്പെടുമായിരുന്നു. ഭൗതിക അനുഭൂതി അവരിൽ ഇത്രമാത്രം അതീശത്വം സ്ഥാപിച്ചിരുന്നു. അവർ നന്മ നിറഞ്ഞ അന്തരീക്ഷത്തിൽ നിന്ന് ജീവനും കൊണ്ടോടുമായിരുന്നു. അത്തരം ഒരു വ്യക്തിയുടെ സംഭവം ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു തആല അൻഹു എഴുതിയിട്ടുണ്ട്. പറയുന്നു, ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ഒരാൾ കാദിയാനിൽ വന്നു. ഒരു ദിവസം താമസിച്ച് തിരിച്ചുപോയി. അദ്ദേഹത്തെ കാദിയാനിലേക്ക് അയച്ച ആൾ ഈ ഒരു ചിന്തയോടുകൂടിയാണ് കാദിയാനിലേക്ക് അയച്ചത്. ഇദ്ദേഹം കാദിയാനിൽ പോവുകയും അവിടെ കുറച്ചു ദിവസം താമസിച്ച് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വാക്കുകൾ കേൾക്കുകയും അവിടുത്തെ അവസ്ഥകൾ കാണുകയും ചെയ്താൽ അയാളിൽ അഹമ്മദിയത്തിന്റെ അല്പം സ്വാധീനം ഉണ്ടാകും. എന്നാൽ അയാൾ ഒരു ദിവസം താമസിച്ച് തിരിച്ചുപോയപ്പോൾ ഈ അയച്ചാൾ ചോദിച്ചു, നീ എന്തുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് തിരിച്ചു വന്നത്? അയാൾ പറഞ്ഞു, തൗബ ചെയ്യൂ. അതേതെങ്കിലും നല്ല ആളുകൾക്ക് താമസിക്കാൻ പറ്റിയ സ്ഥലമാണോ? അദ്ദേഹം വിചാരിച്ചു, ആരുടെയെങ്കിലും മാതൃകയുടെ നല്ല സ്വാധീനം ഉണ്ടായിരിക്കുകയില്ല, ഏതെങ്കിലും അഹമ്മദിയുടെ. അതുകൊണ്ടാണ് കാല് തെറ്റിപ്പോയത്. എന്നാൽ അവസാനം ചോദിച്ചു, കാര്യം എന്താണ്? എന്തുകൊണ്ടാണ് പെട്ടെന്ന് തിരിച്ചു പോന്നത്? പറയുന്നു, ആ കാലത്ത് കാദിയാനിനും ബട്ടാലക്കും ഇടയിൽ കുതിരവണ്ടിയാണ് ഓടിക്കൊണ്ടിരുന്നത്. അയാൾ പറഞ്ഞു, ഞാൻ രാവിലെ കാദിയാനിലെത്തി. അതിഥി മന്ദിരത്തിലാണ് എന്നെ താമസിപ്പിച്ചത്. എന്നെ സൽക്കരിക്കുകയും സ്വാഗതം ചെയ്യുകയും ചെയ്തു. ഞാൻ പറഞ്ഞു, സിന്ധിൽ നിന്നാണ് ഞാൻ വരുന്നത്. വഴിയിൽ വെച്ച് എവിടെ നിന്നും ഹുക്ക വലിക്കാൻ സാധിച്ചിട്ടില്ല. ഇനി സമാധാനത്തോടുകൂടി ഇരുന്ന് ഹുക്ക വലിക്കാം, വിശ്രമിക്കുകയും ചെയ്യാം. ഹുക്ക വരാൻ അല്പം സമയമെടുത്തു. അപ്പോൾ ഒരാൾ പറഞ്ഞു, വലിയ മൗലവി സാഹിബ്, അതായത് ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് അവ്വൽ, അദ്ദേഹത്തെ വലിയ മൗലവി സാഹിബ് എന്നാണ് വിളിച്ചിരുന്നത്, ഹദീസിന്റെ ദർസ് നൽകാൻ തുടങ്ങിയിരിക്കുന്നു. ആദ്യം ദർസ് കേൾക്കുക, പിന്നീട് ഹുക്ക വലിക്കാം. ഞാൻ പറഞ്ഞു, ശരി, ഏതായാലും കാദിയാനിൽ വന്നതല്ലേ, ഹദീസിന്റെ ദർസ് കേൾക്കാം. ഹദീസിന്റെ ദർസ് കേട്ടു വന്നപ്പോൾ ഒരാൾ പറഞ്ഞു, ഭക്ഷണം തയ്യാറാണ്, താങ്കൾ ഭക്ഷണം കഴിച്ചാലും. ഞാൻ പറഞ്ഞു, ശരിയാണ്, ആദ്യം ഭക്ഷണം കഴിക്കാം, പിന്നീട് സമാധാനത്തോടുകൂടി ഹുക്ക വലിക്കാം. ഭക്ഷണം ഇരുന്നതേയുള്ളൂ, ഒരാൾ വന്നു പറഞ്ഞു, ലുഹറിന്റെ ബാങ്ക് വിളിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞു, ഏതായാലും വന്നതല്ലേ, കാദിയാനിൽ നമസ്കരിക്കുകയും ചെയ്യാം. ലുഹർ നമസ്കാരം കഴിഞ്ഞപ്പോൾ മിർസ സാഹിബ് ഇരുന്നു, അതായത് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം സംസാരിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, ശരി, മിർസ സാഹിബിന്റെ സംസാരവും കേൾക്കാം, എന്താണ് പറയുന്നത് എന്ന് നോക്കാം, പിന്നീട് പോയി ഹുക്ക വലിക്കാം. ഹുക്ക ഇപ്പോഴും മനസ്സിൽ നിന്ന് പോയിട്ടില്ല. അവിടെ നിന്ന് കാര്യങ്ങൾ കേട്ട് മലമൂത്ര വിസർജനമെല്ലാം നടത്തി സമാധാനത്തോടുകൂടി ഹുക്ക കത്തിക്കാൻ തുടങ്ങിയപ്പോൾ എല്ലാവിധത്തിലും ഒഴിഞ്ഞിരിക്കുകയാണ്. സമാധാനത്തോടുകൂടി ഹുക്ക വലിക്കാം. ഇപ്പോൾ 2 തവണ പോലും ഹുക്ക വലിച്ചിട്ടുണ്ടായിരുന്നില്ല. ആരോ വന്ന് പറഞ്ഞു, അസർ നമസ്കാരത്തിനുള്ള ബാങ്ക് വിളിച്ചു, നമസ്കരിക്കുക. ഹുക്കയെ അതേപടി ഉപേക്ഷിച്ച് ഞങ്ങൾ അസർ നമസ്കരിക്കുന്നതിന് വേണ്ടി പോയി. അസർ നമസ്കാരം കഴിഞ്ഞപ്പോൾ വിചാരിച്ചു, ഇനി വൈകുന്നേരം വരെ ഹുക്കയ്ക്ക് വേണ്ടി സ്വാതന്ത്ര്യം ലഭിക്കുന്നതായിരിക്കും. ആരോ പറഞ്ഞു, വലിയ മൗലവി സാഹിബ് മസ്ജിദ് അക്സയിൽ പോയിട്ടുണ്ട്, അവിടെ വിശുദ്ധ ഖുർആന്റെ ദർസ് ഉണ്ടായിരിക്കും. ഞാൻ വിചാരിച്ചത് ഇനി വൈകുന്നേരം വരെ ഹുക്ക വലിക്കാം, അവസരം ലഭിക്കും എന്നാണ്. ഏതായിരുന്നാലും വന്നതല്ലേ, വിശുദ്ധ ഖുർആന്റെ ദർസുകൾ കേൾക്കാം. വലിയ പള്ളിയിൽ പോയി വിശുദ്ധ ഖുർആന്റെ ദർസ് കേൾക്കാം. അങ്ങനെ വലിയ പള്ളിയിൽ പോയി ദർസ് കേട്ടു, തിരിച്ചു വന്നു. അപ്പോഴേക്കും മഗ്രിബിന്റെ ബാങ്കു വിളിച്ചു. ഹുക്ക അതുപോലെ തന്നെ കിടക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ഞങ്ങൾ മഗ്രിബ് നമസ്കരിക്കാൻ പോയി. നമസ്കാരം കഴിഞ്ഞ് മിർസ സാഹിബ് വീണ്ടും ഇരുന്നു. ഞങ്ങളും നിർബന്ധിതാവസ്ഥയിലിരുന്നു. മിർസ സാഹിബിന്റെ സംസാരം കേൾക്കാം. അവസാനം അവിടെ നിന്ന് വന്നു. ഹുക്ക വലിക്കാൻ അവസരം ലഭിക്കും എന്ന് വിചാരിച്ചു. എന്നാൽ അപ്പോഴേക്കും ഭക്ഷണം എത്തി. പറയപ്പെട്ടു, ആദ്യം ഭക്ഷണം കഴിക്കൂ, പിന്നീട് ഹുക്ക വലിക്കാം. രാത്രിയിലെ ഭക്ഷണവും കഴിച്ചു. ഇനി സമാധാനത്തോടുകൂടി ഹുക്ക വലിക്കാനിരിക്കാം എന്ന് വിചാരിച്ചു. അപ്പോഴേക്കും ഇശാക്കുള്ള ബാങ്ക് വിളിച്ചു. ആളുകൾ പറഞ്ഞു, നമസ്കരിച്ചുകൊള്ളുക. ഏതായാലും ഇശ നമസ്കരിക്കാൻ പോയി. നമസ്കാരം കഴിഞ്ഞ് അള്ളാഹുവിന് നന്ദി പറഞ്ഞു. ഇനി ഏതായാലും ഒരു ജോലിയും ഇല്ല, ഇനി മുഴുവൻ അവധിയാണ്, അതുകൊണ്ട് ഹുക്ക വലിക്കാം. എന്നാൽ ഹുക്ക കത്തിച്ചതേയുള്ളൂ അറിയാൻ സാധിച്ചു. പുറത്തുനിന്ന് വന്ന അതിഥികൾക്ക് ഇശാക്ക് ശേഷം വലിയ മൗലവി സാഹിബ് ഏതാനും ഉപദേശ നിർദ്ദേശങ്ങൾ നൽകും. അതുകൊണ്ട് വലിയ മൗലവി സാഹിബ് ഉപദേശ പ്രസംഗം നടത്താൻ തുടങ്ങി. അദ്ദേഹം ഉപദേശ പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു.
യാത്രാക്ഷീണവും തളർച്ചയും കാരണം എനിക്ക് ഉറക്കം വന്നു. പിന്നീട് ഞാൻ എവിടെയാണ് എന്നോ എന്റെ ഹുക്ക എവിടെയാണോ എന്നോ എനിക്ക് ഓർമ്മയില്ല. രാവിലെ എഴുന്നേറ്റപ്പോൾ ഞാൻ എന്റെ കിടക്കയും എടുത്ത് അവിടെ നിന്ന് ഓടി. കാദിയാനിൽ നല്ല മനുഷ്യർക്ക് താമസിക്കാൻ സാധിക്കുകയില്ല. ഇതായിരുന്നു ചിലരുടെ അവസ്ഥ. ലഹരിശീലം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ദീനീ അറിവ് കരസ്ഥമാക്കാൻ സാധിച്ചില്ല. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സഹവാസത്തിൽ നിന്ന് അനുഗ്രഹം കരസ്ഥിക്കുക എന്നതും നിഷേധിക്കപ്പെട്ടു. ലഹരി ഉപയോഗിക്കുന്നവർക്കും ഒരു പാഠം ഇതിൽ ഉണ്ട്. ഇനി ഞാൻ ലോകത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് സംക്ഷിപ്തമായി പറയാൻ ആഗ്രഹിക്കുന്നു. ഏതൊരു നാശത്തിലേക്കാണോ ലോകം വേഗതയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്, അതിൽ ജമാഅത്ത് അംഗങ്ങൾ വളരെയധികം ദുആയിലേക്ക് ശ്രദ്ധിക്കേണ്ടതാണ്. നാമധാരികളായ ഇസ്ലാമിക ഭരണകൂടങ്ങൾ ഇറാഖിലും സിറിയയിലും ഉള്ളത്, അവർക്കെതിരിൽ പാശ്ചാത്യ ഭരണകൂടങ്ങൾ ഫ്രാൻസിലെ അക്രമപരമായ സംഭവത്തിന് ശേഷം ശക്തമായ നടപടികൾ എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ആകാശീയാക്രമണം നടത്താൻ പദ്ധതിയിട്ടിരിക്കുന്നു എന്നല്ല ആരംഭിച്ചിരിക്കുന്നു. അഥവാ ഈ ഭരണകൂടങ്ങൾക്ക് ഇത്തരം ആക്രമണം നടത്തണമെങ്കിൽ അക്രമം ചെയ്യുന്നവരുടെ മേലാണ് നടത്തേണ്ടത്. ഈ അക്രമങ്ങളിൽ നിന്ന് അള്ളാഹു നിഷ്കളങ്കരും പൊതുജനങ്ങളെയും രക്ഷിക്കുമാറാകട്ടെ. അവിടെ താമസിക്കുന്നവർ സിറിയയിലും മറ്റും അവരിൽ ഭൂരിഭാഗത്തെയും ആട്ടുകല്ലിൽ ഇട്ട് പൊടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാൻ സാധിക്കുന്നില്ല. അതുപോലെ മുസ്ലിം അയൽ രാജ്യങ്ങളും ഈ ഫിത്നയെ അവസാനിപ്പിക്കുന്നതിൽ ശുഷ്കാന്തി കാണിക്കുന്നില്ല. സ്വയം അയൽ രാജ്യങ്ങൾ കൂടിച്ചേർന്ന് അവിടുത്തെ ഭരണകൂടത്തെ സഹായിക്കുകയായിരുന്നു വേണ്ടിയിരുന്നത്. ഈ ഫിത്നയെ അവസാനിപ്പിക്കണമായിരുന്നു. അതിനെ വളരാൻ അനുവദിച്ചു. ഏതുവരെ എന്നാൽ ഈ മുഴുവൻ കുഴപ്പവും മുഴുവൻ ലോകത്തും വ്യാപിച്ചു. ഇപ്പോഴും ചില മുസ്ലിം അയൽ രാജ്യങ്ങൾ പറയുന്നു, ഈ നാമധാരികളായ ഇസ്ലാമിക രാജ്യങ്ങളുമായി ഞങ്ങൾ കച്ചവടം നടത്തും, അവരുടെ എണ്ണയും മറ്റും വാങ്ങുന്നു. റഷ്യ തുർക്കിയിൽ ആരോപണം ഉന്നയിക്കുന്നു, എന്നാൽ തുർക്കി അതിനെ നിഷേധിക്കുന്നു. തിരിച്ച് അവരിൽ ആരോപണം ഉന്നയിക്കുന്നു. ഏതായിരുന്നാലും ലോകത്ത് എന്തൊക്കെയോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. കച്ചവടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് ഞാൻ കുറച്ചു കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ ആകാശീയ ആക്രമണങ്ങളിൽ റഷ്യയും ലോകത്തോടൊപ്പം ഉൾപ്പെടുന്നു. എന്നാൽ പാശ്ചാത്യ ലോകവുമായി അവർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. റഷ്യ സിറിയയിലെ ബഷർ അൽ അസദിന്റെ ഭരണകൂടത്തെ അനുകൂലിക്കുന്നു. മറ്റുള്ള ലോകം അതിനെതിരാണ്. ഏതായിരുന്നാലും ഇപ്പോൾ ഇരു കൂട്ടരുടെയും ടാർഗറ്റ് ഒന്നാണ്. എന്നാൽ ഇതെല്ലാം ആണെങ്കിലും ഞാൻ പറഞ്ഞതുപോലെ ഇവർക്കിടയിൽ തന്നെ ഭിന്നിപ്പുണ്ട്. ചൈന അഥവാ ആവശ്യമുള്ള സാഹചര്യം ആണ് എങ്കിൽ റഷ്യയെ സഹായിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നു. സിറിയയിലെ ഭരണകൂടം പറയുന്നു, യൂറോപ്പിന്റെ ആകാശീയ ആക്രമണങ്ങൾക്ക് ഏതുവരെ ഞങ്ങളുമായി ഒന്നിച്ചു ചേർന്ന് ചെയ്യുന്നില്ലയോ അതുവരെ ഒരു പ്രയോജനം ഉണ്ടാവുകയില്ല. റഷ്യയുടെ ഒരു വിമാനം തുർക്കി വീഴ്ത്തി. അതിനുശേഷം ശത്രുതയുടെ പ്രകടനവും പ്രഖ്യാപനവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുകൂടി കേൾക്കുന്നു. ഈ നാമധാരികളായി ഇസ്ലാമിക ഭരണകൂടം ഈ പ്ലാനും ഇട്ടിട്ടുണ്ട്. അഥവാ ഇറാഖും സിറിയയും ഉപേക്ഷിക്കേണ്ടി വന്നാൽ ലിബിയയിൽ തങ്ങളുടെ കേന്ദ്രം തുടങ്ങും. പിന്നീട് അതിന്റെ പരിണിത ഫലം എന്തായിരിക്കും? കാര്യം വ്യക്തമാണ്. അഥവാ ഇവർ അവരെ അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഈ ആകാശീയാക്രമണം ലിബിയയിലും തുടങ്ങും. പൊതുജനങ്ങൾ മരിക്കും. പാശ്ചാത്യ രാജ്യങ്ങൾ ആദ്യം ഈ ഭരണകൂടങ്ങളെ സഹായിക്കുകയാണ്, പിന്നീട് ഇവർക്കെതിരായിത്തീരുന്നു. ലിബിയ, ഇറാഖ്, സിറിയയും മുതലായവയുടെ ഭരണകൂടത്തിനെതിരായി ഒന്നുകിൽ അവരെ മാറ്റുന്നു, അതല്ലെങ്കിൽ മാറ്റുന്നതിനായുള്ള ശ്രമത്തിൽ മുഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഒരു നീണ്ടകാലമായി നീതിയോടുകൂടി പ്രവർത്തിക്കാത്തതിന്റെ ഫലമാണ്. ലോകത്ത് കുഴപ്പം വ്യാപിച്ചിരിക്കുന്നു. നിർഭാഗ്യവശാൽ മുസ്ലിം രാജ്യങ്ങളും തങ്ങളുടെ രാജ്യങ്ങളിൽ അനീതിയോടും അന്യായത്തോടും കൂടിയാണ് പ്രവർത്തിക്കുന്നത്. അഥവാ ഇത്ര സങ്കീർണമായ അവസ്ഥയായി മാറിയിരിക്കുന്നു. ലോകമഹായുദ്ധത്തിന്റെ അവസ്ഥയാണ്. എന്നല്ല, ചെറിയ തോതിലുള്ള ലോകമഹായുദ്ധം ആരംഭിച്ചിരിക്കുകയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഇവിടെയുള്ള ഒരുപാട് നിരീക്ഷകർ ഇത് അംഗീകരിക്കാൻ തുടങ്ങിയിരിക്കുന്നു, എഴുതാനും തുടങ്ങിയിരിക്കുന്നു. ലോകമഹായുദ്ധം ആരംഭിച്ചിരിക്കുന്നു. ഈ കാര്യത്തിലേക്ക് ഞാൻ കഴിഞ്ഞ കുറെ വർഷമായി ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആളുകൾ സ്വയം ഇപ്പോൾ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇപ്പോൾ തോന്നുന്നത് നീതിയോടുകൂടി പ്രവർത്തിക്കുന്നതിലേക്ക് ശ്രദ്ധയില്ല. വലിയ ഭരണകൂടങ്ങളും മുസ്ലിം ഭരണാധികാരികളും പ്രത്യക്ഷത്തിൽ തോന്നുന്നത് നാമധാരികളായ മുസ്ലിം ഭരണകൂടത്തിനെതിരിൽ ഇവരെല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് നടപടികൾ എടുക്കും എന്നാണ്.
അതുകൊണ്ട് ഇതിനെ അവസാനിപ്പിച്ചാൽ സമാധാനാവസ്ഥ ഉണ്ടാകും. എന്നാൽ ചില അവസ്ഥകൾ ഈ ഫിത്നയെ അവസാനിപ്പിച്ചാലും അവസ്ഥകൾ ശരിയാവുകയില്ല എന്നതിലേക്കാണ് സൂചന നൽകുന്നത്. മറിച്ച് ഇതിനുശേഷം വൻ ശക്തികൾ പരസ്പരം വടംവലി ആരംഭിക്കും. യുദ്ധം ആരംഭിക്കാനും താമസം ഉണ്ടാവുകയില്ല. കാരണം റഷ്യയും മറ്റു പാശ്ചാത്യ രാജ്യങ്ങളും തമ്മിലുള്ള സ്വാരസ്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് പൊതുജനങ്ങൾ ആയിരിക്കും കൂടുതലായി മരിക്കുക. കഴിഞ്ഞ യുദ്ധങ്ങളിലും നാം ഇത് കണ്ടതാണ്. പൊതുജനങ്ങളാണ് മരിക്കുന്നത്, നിഷ്കളങ്കരായ ആളുകളാണ് മരിക്കുന്നത്. അതുകൊണ്ട് വളരെയധികം ദുആ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അള്ളാഹു ലോകത്തെ നാശത്തിൽ നിന്ന് രക്ഷിക്കുമാറാകട്ടെ. ഇതുകൂടാതെ മുൻകരുതലുകൾ എന്ന നിലയിൽ കഴിഞ്ഞ വർഷം ഞാൻ ജമാഅത്തിന്റെ ശ്രദ്ധ ക്ഷണിച്ചിരുന്നു. ഇതിലേക്കും ശ്രദ്ധിക്കുക. ചുരുങ്ങിയ നിലയിൽ ചില കാര്യങ്ങളിലേക്ക് ഞാൻ ശ്രദ്ധ ക്ഷണിച്ചു. വീണ്ടും ഞാൻ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ദുആയിലേക്ക് വളരെയധികം ശ്രദ്ധിക്കുക. അള്ളാഹു ഭരണകൂടങ്ങൾക്കും വൻ ശക്തികൾക്കും ബുദ്ധി നൽകുമാറാകട്ടെ. അവർ ലോകത്തെ നാശത്തിലേക്ക് കൊണ്ടുപോകുന്നവരാകാതിരിക്കട്ടെ. Alhamdulillah, 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 nahmaduhu wa nasta'inuhu wa nastaghfiruhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.